ഹലോ നമസ്കാരം. ഇന്ന് ഞാനൊരു ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. നമുക്കിത് നന്നായി വൃത്തിയായിട്ട് ഒരു 4 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. അതിന് നമുക്കൊരു പുട്ടുകുറ്റിയിലേക്ക് മാറ്റാം. കുറച്ച് ആവി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇത് വേവട്ടെ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഒരു പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി വഴറ്റിയ ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു തക്കാളിയാണ്. ഒരു മുഴുവൻ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി കൂടി ചേർത്തൊന്ന് വഴറ്റിയ ശേഷം നമുക്കിനി അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് പൊടിയുടെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ്. കടല ചേർത്ത് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഈ കടല മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കടലയ്ക്ക് മുകളിൽ നിൽക്കണം വെള്ളം. ഒരുപാട് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇവിടെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവി വന്ന ശേഷം ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം കുറച്ച് എടുക്കുമ്പം പാടായിരിക്കും. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കുത്തി കുറച്ചായിട്ട് എടുക്കണം. അതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. കുറേശ്ശെയായി ഇത് മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമുക്കിത് എല്ലാം ഒന്ന് പൊടിച്ചിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്ത ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ആവിയിൽ വേവിച്ചെടുക്കുന്ന ആഹാരമൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യണം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
നമുക്ക് പുട്ടിന് പൊടിക്കുന്നത് പോലെ പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ മിക്സിയിൽ കറക്കിയെടുക്കണം. നമുക്ക് അരി പൊടിച്ചെടുക്കുന്ന പോലൊന്നും ഗോതമ്പ് അത്ര ചെറുതായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല. ഇത് ആവി കയറ്റി കഴിയുമ്പോൾ ഒരു ഒട്ടനുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം തളിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആവല്, ഇതിനിപ്പം തന്നെ ഒരു നനവുണ്ട്. ഇനി ഒന്ന് പുട്ടിന് എങ്ങനെയാണ് കുഴിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ കുഴച്ചെടുക്കാം. ഇപ്പം ഈ ഗോതമ്പ് നുറുക്ക് നല്ല സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തേങ്ങ കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തൊരു ലെയറിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ബാക്കി ഗോതമ്പ് ആവി കയറ്റിയെടുക്കാം. കടലക്കറി ഒരു 4 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിന്ന് നോക്കാം. കടലയും സവാളയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇപ്പം എനിക്കിവിടെ ഉപ്പും വെള്ളവും ഒക്കെ പാകത്തിനാണ്. അത്യാവശ്യത്തിനുള്ള എരിവും ഉണ്ട്. പുട്ടിൻ്റെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കടലക്കറി നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പുട്ട് ചൂടോടുകൂടി തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് കുത്തി കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടും പോലും പൊടിഞ്ഞിട്ടില്ല. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പോട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. സാധാരണ നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ കുറേ സമയം കുതിർത്ത് വെച്ചിട്ടൊക്കെയല്ലേ. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. 100% ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ്. ഇനി ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ടേക്ക് കെയർ, ബൈ.